അനുജ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. ഇതുവരെ പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ ആളുകളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണമൊക്കെ SIT നടത്തുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് ഒരു കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് വീണ്ടും SIT സംഘം വന്നത്. കഴിഞ്ഞ മണ്ഡലകാലം അവസാനിക്കുന്ന ആ ദിവസം തന്നെ SP ശശിധരന്റെ നേതൃത്വത്തിൽ SIT സംഘം സന്നിധാനത്ത് വരികയും ഏതാണ്ട് 1.5 ദിവസത്തോളം ഇവിടെ തുടർന്നുകൊണ്ട് ഇവിടെ ഏതൊക്കെ രീതിയിൽ പരിശോധനകൾ നടത്തണമോ ആ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. സ്ട്രോങ് റൂം അടക്കം തുറന്ന പരിശോധനയും അന്ന് നടന്നിരുന്നതാണ്. അതിന് പിന്നാലെ അന്ന് ശേഖരിച്ച സാമ്പിളുകൾ VSSയിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. VSSലെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് അതിനകത്ത് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള പരിശോധനകൾ അനിവാര്യമാണ് എന്നുള്ളൊരു ഘട്ടം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SIT സംഘം ഇന്നിപ്പോൾ സന്നിധാനത്തേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് SP ശശിധരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം തന്നെ, അതായത് SIT സംഘത്തിനൊപ്പം തന്നെ ലീഗൽ മെട്രോളജി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ കൂടി ഇന്നത്തെ പരിശോധനയുടെ ഭാഗമാകുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പമ്പയിലെത്തിയ SIT ഉദ്യോഗസ്ഥർ അവിടുന്ന് കാൽനടയായിട്ട് ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ സന്നിധാനത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ അവർ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ യോഗം ചേരുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വൈകിട്ട് 5 മണിക്കായിരിക്കും ശബരിമല നട കുംഭമാസ പൂജകൾക്കായി തുറക്കുക. ഈ സമയത്ത് തന്നെ SIT ഉദ്യോഗസ്ഥർ ശ്രീകോവിലിന് സമീപത്തേക്ക് വരും. അതിനുശേഷം അവിടെയുള്ള ഈ സ്വർണ്ണപ്പാളികളിൽ ഒരു ആദ്യഘട്ട പരിശോധന പ്രാഥമികമായിട്ട് നടത്തും എന്നുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും SIT സംഘം ഇവിടെ ഉണ്ടാകും. ഇന്നും നാളെയുമായിരിക്കും പരിശോധന നടത്തുക. നമുക്കറിയാവുന്നതുപോലെ 1900 കിലോ ചെമ്പും 30.329 ഗ്രാം, അതായത് അങ്ങനെ 30 കിലോയിലധികം സ്വർണ്ണമാണ് സന്നിധാനത്ത് അവിടെ ശ്രീകോവിലിന് സമീപത്തും കട്ടിളപ്പാളികളിലും അതുപോലെ മറ്റ് ഈ ദ്വാരപാലക ശില്പത്തിലും തൂണുകളിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ മേൽത്തട്ടിലടക്കം പൂശിയിട്ടുള്ളത്. ഇതിനകത്ത് എത്രമാത്രം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പരിശോധിക്കണമെങ്കിൽ ആ സ്വർണ്ണപ്പാളികൾ നിലവിൽ അവിടെ നിളക്കി അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള പരിശോധന, ശാസ്ത്രീയമായുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അനുജ, അതാണ്. ഒപ്പം തന്നെ ഈ പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്നതിൽ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വിശദമായി തന്നെ ശാസ്ത്രീയ പരിശോധനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് SIT കടക്കുന്നത്. അതിനിടെയാണ് തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം അനുവദിച്ചത് കൊല്ലം വിജിലൻസ് കോടതി. അതിന്റെ വിശദാംശങ്ങളുമായി സൂര്യഗായത്രി കൂടിയുണ്ട്. സൂര്യഗായത്രി, നമുക്കറിയാം ഇത് 6ാമത്തെ ആളായി അദ്ദേഹം ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. സ്വാഭാവിക ജാമ്യം നേടി. കാരണം ദ്വാരപാലക ശില്പപാളി കേസിൽ റിമാൻഡിൽ തുടരുകയാണ്. അനുജ, KS ബൈജുവിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ കേസിൽ, കട്ടിളപ്പാളി കേസിലാണ് ബൈജു ആദ്യം അറസ്റ്റിലാകുന്നത്. അതിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം വാദം കേട്ട കോടതി ഇന്നിപ്പോൾ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. കട്ടിളപ്പാളി കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ ദ്വാരപാലക കേസിൽ റിമാൻഡ് കാലാവധി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, ജയിൽ മോചിതനാകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ മാസം 25-ാം തീയതി ദ്വാരപാലക കേസിൽ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും. ആ കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണെങ്കിൽ KS ബൈജുവും പുറത്തേക്ക് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും N വാസു ഉൾപ്പെടെ ഇതിനോടകം തന്നെ 5 പ്രതികൾ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ആ 5 പേരിൽ 4 പേരും സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഇടക്കാല കുറ്റപത്രം പോലും SIT സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ N വാസും അതുപോലെ തന്നെ ഇന്നിപ്പോൾ KS ബൈജു ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും KS ബൈജു പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ദ്വാരപാലക കേസിൽ 25-ാം തീയതി ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും. അതിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഘട്ടത്തിലായിരിക്കും മുൻ തിരുവാഭരണം കമ്മീഷണർ ആയിട്ടുള്ള KS ബൈജുവിന് പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയുക എന്നുള്ളതാണ്. എന്തായാലും SIT കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ ഈ കഴിഞ്ഞ ദിവസം N വാസുവിന് ഉൾപ്പെടെ സ്വാഭാവിക ജാമ്യം ലഭിച്ച അതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് KS ബൈജുവിനും സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ അത്തരത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.